ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മൊളാരിറ്റി, മൊളാലിറ്റി തുടങ്ങിയവയാണ്. അതിനു മുമ്പ് സോൾവെന്റ്, സൊല്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു. വെള്ളമല്ലേ കൂടുതൽ, അതിലേക്ക് കുറച്ച് സോൾട്ട് അല്ലേ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ വെള്ളത്തിനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്, ഈ സോൾട്ടിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഉപ്പും വെള്ളവും കൂടി ചേർന്നപ്പോൾ ഉപ്പ് വെള്ളമാണ് ഉണ്ടായതല്ലേ. ഉപ്പെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൊല്യൂട്ട്. വെള്ളം എന്തായിരുന്നു? സോൾവെന്റ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റും ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അതായത് ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണ്. ഇനി നമുക്ക് മൊളാരിറ്റി എന്താണെന്ന് നോക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഉദാഹരണത്തിന് 1 ലിറ്റർ ഉപ്പ് വെള്ളത്തിൽ 2 മോൾ ഉപ്പുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് ഉപ്പിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ എത്ര ലിറ്റർ ഉപ്പ് വെള്ളമാണുള്ളത്? 1 ലിറ്റർ. അപ്പോൾ 2. അപ്പോൾ ആൻസറിനെ 2m എന്ന് എഴുതാം. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ആണ്. ഇതിനെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ M എന്ന് എഴുതുന്നത്. ഇതെങ്ങനെയാണ് ഈ യൂണിറ്റ് വന്നതെന്ന് നോക്കാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് മോൾ, വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുമ്പോൾ പെർ ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മൊളാരിറ്റി ഓഫ്, അതിലൊന്നാമത്തത് 40 ഗ്രാം NaOH ഡിസോൾവ്ഡ് ഇൻ 250 ml സൊല്യൂഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോളിയം 250 ml എന്ന് പറഞ്ഞാൽ വോളിയം ആണല്ലോ, അത് സൊല്യൂഷൻ്റെ വോളിയം തന്നെ അല്ലേ എന്ന് നോക്കണം. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇത് സൊല്യൂഷൻ്റെ വോളിയം തന്നെയാണോ തന്നിരിക്കുന്നതെന്നൊന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ എല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. NaOH അല്ലേ ഇവിടുത്തെ സൊല്യൂട്ട്. അപ്പോൾ NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്തും? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ. ഗിവൺ മാസ്, അതായത് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. NaOHൻ്റെ മോളാർ മാസ് എത്രയാണ്? സോഡിയം എന്ന് പറയുമ്പോൾ 23, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, അതിൻ്റെ 16, H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 40 കിട്ടും. അപ്പോൾ 40/40 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് 1 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. നമ്പർ ഓഫ് മോൾസിന് പകരം 1 എന്ന് എഴുതാം. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 250 ml ആണ്. അതിന് ലിറ്ററിലേക്ക് മാറ്റണം, എന്നിട്ട് എഴുതാൻ പറ്റുള്ളൂ. 250 ml ഞാനെങ്ങനെ ലിറ്ററിലേക്ക് ആക്കുക? ഡിവൈഡഡ് ബൈ 1000 അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ 1/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ താഴെ 1/4 എന്ന് എഴുതുകയാണ്. ഈ 4 മുകളിലേക്ക് വരില്ലേ. അപ്പോൾ എത്രയായി? 4 ഡിവൈഡഡ് ബൈ 1, അതായത് 4m. ക്യാപിറ്റൽ M ആണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 490 ഗ്രാം H2SO4 പ്രസൻറ്റ് ഇൻ 500 cm³ സൊല്യൂഷൻ. ഇതിൻ്റെ മൊളാരിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ്റെ വോളിയം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, പക്ഷേ cm³ തന്നിരിക്കുന്നത്. അത് ലിറ്ററിലേക്ക് മാറ്റേണ്ടി വരും. സൊല്യൂട്ട് ഏതാണ് ഇവിടെ? H2SO4 ആണല്ലേ. അപ്പോൾ നമുക്കത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, അതായത് 490 ഡിവൈഡഡ് ബൈ H2SO4ൻ്റെ മോളാർ മാസ് കണ്ടെത്താം. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2. സൾഫർ 32 ആണ്. ഓക്സിജൻ്റെ മാസ് 16 ആണ്. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്, അപ്പോൾ 16 × 4 64. എല്ലാം കൂടി ആഡ് ചെയ്താൽ 98 എന്ന് കിട്ടും. അപ്പോൾ 5 മോൾസ് എന്ന് കിട്ടും. ഇനി നമുക്ക് വോളിയം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടേ. 1000 cm³ എന്ന് പറയുന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ cm³ ലിറ്ററിലേക്ക് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ 500 cm³ അല്ലേ. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ ആണ് വരുന്നത്. ഇത് വെട്ടിക്കളഞ്ഞാൽ 5/10, അതായത് 1/2 എന്ന് കിട്ടും അല്ലേ. 1/2 ലിറ്റർ. ഇനി നമുക്ക് മൊളാരിറ്റി കണ്ടെത്താമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം, അതായത് 1/2. ഈ 2 മുകളിൽ വരുമല്ലോ. അപ്പോൾ 5 × 2, അതായത് 10m. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മാസ് ഓഫ് Na2CO3 പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് 3 മോളാർ സൊല്യൂഷൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ മൊളാരിറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ. മാസ് ആണ് കണ്ടെത്തേണ്ടത്. വോളിയം തന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വോളിയത്തിന് ആദ്യം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പോൾ 0.1 ലിറ്റർ എന്ന് കിട്ടും. ഇനി മൊളാരിറ്റി എത്രയാണ്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാരിറ്റിക്ക് പകരം 3 എന്ന് എഴുതാം. 3 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അത് നമുക്കറിയില്ല. അപ്പോൾ അതിന് n എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? 0.1 ആണ് വോളിയം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും?
n ഈക്വൽ ടു 3 ഇൻറ്റു 0.1 അതായത് 0.3 മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് Na2CO3 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. നമ്പർ ഓഫ് മോൾസ് അറിയാമെങ്കിൽ മാസ് കണ്ടെത്താമല്ലോ. നമുക്ക് നോക്കാം. Na2CO3യുടെ മോളാർ മാസ് സോഡിയം എന്ന് പറയുമ്പോൾ 23 ആണ്. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 23 ഇൻറ്റു 2 അതായത് 46. കാർബൺ എന്ന് പറയുമ്പോൾ 12 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 ആണ്, അതായത് 48. അപ്പോൾ 106 ആണ് ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0.3 മോളുടെ മാസ് എങ്ങനെ കണ്ടെത്താം? 0.3 ഇൻറ്റു 106 അതായത് 31.8 ഗ്രാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മൊളാരിറ്റി ഓഫ് 10% weight by weight aqueous solution of H2SO4 if density of solution is 1.1 gram per ml. അതായത് നമുക്ക് മൊളാരിറ്റി ആണ് കണ്ടെത്തേണ്ടത്. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല അല്ലേ. അതുപോലെ വോളിയവും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. 10% വെയിറ്റ് ബൈ വെയിറ്റ് എന്നതിനർത്ഥം എന്താണ്? 10% എന്ന് പറഞ്ഞാൽ എന്താ? 10/100 അല്ലെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 20/100 ആണ് അല്ലേ. ഇവിടെ വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടിടത്തും മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ 10 ഗ്രാം H2SO4 ഉണ്ടാകും എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 കണ്ടെത്താലോ. H2SO4 അല്ലേ സൊല്യൂട്ട്. എത്രയാണ്? ഗിവൺ മാസ് അതായത് 10 ഡിവൈഡഡ് ബൈ H2SO4ൻ്റെ മോളാർ മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഹൈഡ്രജൻ 1 ആണ് മാസ്. അപ്പോൾ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2. സൾഫറിൻ്റെ 32 ആണ്. ഓക്സിജൻ്റെ 16 ആണ്. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 16 ഇൻറ്റു 4 64 അതായത് 98 എന്ന് വരും. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 98 ആണ് നമ്പർ ഓഫ് മോൾസ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതുവാണ്. ഇനി വോളിയം നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വോളിയം എങ്ങനെ കണ്ടെത്താം? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ നമുക്കറിയാം 1.1 ഗ്രാം പെർ ml ആണ് അല്ലേ. മാസ് ഓഫ് സൊല്യൂഷൻ അതിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ 100 അല്ലേ, ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ ഈ വോളിയത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ 1.1നെ താഴത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വോളിയം ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1.1 അതായത് 1000 ഡിവൈഡഡ് ബൈ 11. വോളിയം നമുക്ക് ലിറ്ററിലല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് മില്ലി ലിറ്ററിനാണ് വോളിയം കിട്ടിയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ 1.1 തന്നത് ഗ്രാം പെർ ml തന്നിരിക്കുന്നത്. ഈ മാസ് ഗ്രാമിലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വോളിയം എന്തിലാണ് കിട്ടിയത്? നമുക്ക് മില്ലി ലിറ്ററിലാണ് കിട്ടിയത്. അതിനെ കൺവേർട്ട് ചെയ്യണ്ടേ? മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാനായി ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ വോളിയം എത്രയാണ്? 1/11. ഇനി നമുക്ക് മൊളാരിറ്റി കണ്ടെത്താം. M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. അതെത്രയായിരുന്നു? 10/98 ഡിവൈഡഡ് ബൈ വോളിയം അതായത് 1/11. അപ്പോൾ ഇത് മുകളിലേക്ക് വരുമല്ലോ. അപ്പോൾ 10 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 98. ഇത് ചെയ്യുമ്പോൾ 1.12 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 120 ഗ്രാം യൂറിയ ഈസ് ഡിസോൾവ്ഡ് ഇൻ 1000 ഗ്രാം വാട്ടർ ഫൈൻഡ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. യൂറിയ എന്ന് പറഞ്ഞാൽ NH2CO NH2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ. യൂറിയയുടെ മോളാർ മാസ് നമുക്ക് കണ്ടെത്താം. NH2CO NH2 എന്നല്ലേ തന്നിരിക്കുന്നത്. നൈട്രജൻ്റെ മാസ് എത്രയാണ്? 14. ഹൈഡ്രജൻ്റെ 1 ആണ്. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 2. കാർബണിൻ്റെ എത്രയാണ്? 12. ഓക്സിജൻ്റെ 16. നൈട്രജൻ്റെ വീണ്ടും 14. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 അങ്ങനെ 2. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗിവൺ മാസ് അതായത് തന്നിരിക്കുന്നത് 120 ആണ്. ഡിവൈഡഡ് ബൈ 60 അതായത് 2 മോളാണുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട് കേട്ടോ. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 1.12 ഗ്രാം പെർ ml എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെത്താം. അതിന് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയമാണ്. അപ്പോൾ ഡെൻസിറ്റി 1.12 എന്ന് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് കണ്ടെത്താൻ നോക്കുന്നത്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ 120 ഗ്രാം യൂറിയ ഉണ്ട്, 1000 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയതല്ലേ, അതായത് 1120 ഗ്രാം. അപ്പോൾ 1120 ഗ്രാം ഡിവൈഡഡ് ബൈ വോളിയം ആണ് അറിയാത്തത്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ 1120 ഡിവൈഡഡ് ബൈ 1.12 അതായത് 112,000 ഡിവൈഡഡ് ബൈ 112. അപ്പോൾ 1000 ml.
ml വരാൻ കാരണം എന്താ? നമുക്ക് മാസ് കിട്ടിയത് ഗ്രാമിലാണ്, അതുപോലെ ഡെൻസിറ്റി ഗ്രാം പെർ ml തന്നിരുന്നത്. അപ്പോൾ ഇതിനെ ലിറ്ററിലേക്ക് ആക്കാം, ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1 ലിറ്റർ. ഇനി മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്, അത് 2 ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ വോളിയം, വോളിയം എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 2m. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മോളാർ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി 1നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ 1m ഇങ്ങനെ എഴുതാം. ബൈ മോളാർ എന്ന് പറഞ്ഞാലോ, ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 2 ആണ്. അപ്പോൾ മൊളാരിറ്റി ഈക്വൽ ടു 2m എന്ന് എഴുതാം. ഡെസി മോളാർ എന്ന് പറഞ്ഞാലോ, ഡെസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡെസി എന്ന് പറഞ്ഞാൽ 1/10 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ m/10 എന്ന് എഴുതാം. സെമി മോളാർ, സെമി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ് അല്ലേ. അപ്പോൾ m ഈക്വൽ ടു 1/2, അതായത് m/2 എന്ന് എഴുതാം. അതുപോലെ സെൻറ്റി മോളാർ, m ഈക്വൽ ടു 1/100 ആണ്, അതായത് m/100 എന്ന് എഴുതാം. അതായത് ഒരു സെമി മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി 1/2 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൈമോളാർ സൊല്യൂഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If 53 gram of Na2CO3 is dissolved in 500 milliliter solution, find molarity of ഒന്നാമത്തത് Na2CO3, രണ്ടാമത്തത് Na+ അയോൺസ്, അടുത്തത് CO3 2-. നമുക്ക് ആദ്യം Na2CO3യുടെ നോക്കാം. Na2CO3യുടെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്താം? ഗിവൺ മാസ്, അതായത് 53 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എങ്ങനെ കണ്ടെത്തുക? Na2CO3 എന്ന് പറയുമ്പോൾ സോഡിയം 23 ആണ്, അങ്ങനത്തെ 2 സോഡിയം ഉണ്ട്, അപ്പോൾ 46, കാർബണിൻ്റെ 12, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 × 3 48, അതായത് 106 എന്ന് കിട്ടും. ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടും നമ്പർ ഓഫ് മോൾസ്. ഇനി മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ. ഇവിടെ 500 ml സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 500 ml ലിറ്ററിലേക്ക് ആക്കിയാൽ ഡിവൈഡഡ് ബൈ 1000 അല്ലേ, അതായത് 1/2 എന്ന് തന്നെ കിട്ടും, 0.5. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1m. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? Na+ഉം CO3 2- ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ Na2CO3 വെള്ളത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ അതെന്തായി മാറും? Na+ഉം CO3 2- മാറും. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. Na2CO3 എന്തായി മാറും? Na+ഉം CO3 2- സോഡിയം 2 ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് 2Na+ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 എന്ന് എഴുതുകയാണ്. അപ്പോൾ അതിനർത്ഥം 1 മോൾ Na2CO3 ഉണ്ടെങ്കിൽ 2 മോൾ Na+ഉം 1 മോൾ CO3 2- ഉണ്ടാകുമെന്നല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് Na2CO3യുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് കിട്ടിയത്? 0.5 ആയിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ 0.5 മോൾ Na2CO3, അതായത് അര മോൾ Na2CO3 ഉള്ളപ്പോൾ എത്ര Na+ ഉണ്ടാകും? ഇവിടെ 1 മോൾ Na2CO3 ഉള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ഇരട്ടിയായ 2 മോളാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ അര മോളാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഉണ്ടാകുക? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇവിടെ 1 മോൾ ഉള്ളപ്പോൾ ഇവിടെയും 1 മോൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ അര മോൾ ഉള്ളപ്പോൾ ഇവിടെയും അര മോളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ Na+ൻ്റെ കേസ് നമുക്ക് നോക്കാം. മൊളാരിറ്റി m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, അതെത്രയാണ്? 1 ഡിവൈഡഡ് ബൈ വോളിയം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 0.5 ആണ്. അപ്പോൾ ആൻസർ 2m. ഇനി ഇതിൻ്റെ നമുക്ക് കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ വോളിയം എത്രയായിരുന്നു? 0.5. അപ്പോൾ എത്രയാണ്? 1. ഇനി ഞാനൊരു പാത്രത്തിൽ ഉപ്പുവെള്ളം എടുക്കുകയാണ്. ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1 ആണ്, ഇതിൻ്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ m1 ആണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വോളിയം മാറുമല്ലോ, അതെന്തായി മാറി? V2 ആയി മാറി. മൊളാരിറ്റിയും അതിനനുസരിച്ച് മാറുമല്ലോ. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ, അതായത് വോളിയം കൂടുതലായാൽ മൊളാരിറ്റി അതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ഞാനതിനെ m2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ m1V1 ഈക്വൽ ടു m2V2 ആയിരിക്കും. ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഒരു സൊല്യൂഷൻ എടുത്തു. അതിൻ്റെ മൊളാരിറ്റി m1 ആണ്, അതിൻ്റെ വോളിയം V1 ആണെന്നിരിക്കട്ടെ. ഇതിൽ ഞാൻ ഒരു സൊല്യൂഷൻ എടുത്തു. രണ്ടിലും സെയിം സൊല്യൂട്ടാണ് വരുന്നത്. അതിൻ്റെ മൊളാരിറ്റി m2, വോളിയം V2 ആണെന്നിരിക്കട്ടെ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്കാക്കി. അപ്പോൾ ഇവിടുത്തെ വോളിയം എന്തായിരിക്കും? ഇവിടുത്തെ വോളിയം V1, ഇവിടുത്തെ വോളിയം V2 അല്ലേ. അപ്പോൾ രണ്ടും കൂടി ചേർന്നതല്ലേ പുതിയ വോളിയം V1 + V2. ഇവിടുത്തെ മൊളാരിറ്റി എന്തായിരിക്കും? അതിനെ ഞാൻ m എന്ന് എടുക്കുകയാണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ m ഈക്വൽ ടു m1V1 + m2V2 ഡിവൈഡഡ് ബൈ V1 + V2. അടുത്തത് നമ്മൾ നോക്കുന്നത് മൊളാലിറ്റിയാണ്. ഇത് സ്മോൾ ലെറ്റർ m വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അത് നേരത്തെ പോലെ തന്നെ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം.
നേരത്തെ ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ മാസ് ഓഫ് സോൾവെൻ്റ് ആണെന്ന് മാത്രം. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ വെള്ളമാണ് അതിലെ സോൾവെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മൊളാലിറ്റി ഓഫ് 20 gram NaOH ഡിസോൾവ്ഡ് ഇൻ 100 gram സൊല്യൂഷൻ. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? M = നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമുക്ക് NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താം. NaOHൻ്റെ മോളാർ മാസ് എത്രയായിരുന്നു? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, അതായത് 40. അപ്പോൾ NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലേ. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 20, മോളാർ മാസ് 40, അതായത് 0.5. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കിട്ടി. ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് വേണം. മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 100 gram സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നപ്പോഴാണ് 100 gram ഉണ്ടായത്. ഇതിൽ സൊല്യൂട്ട് എത്ര ഗ്രാമാണ്? 20 gram. അപ്പോൾ സോൾവെൻറ്റ് പ്ലസ് 20 ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത് അല്ലേ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മാസ് എത്രയാണ്? 80 gram. അപ്പോൾ ഇനി നമുക്ക് കണ്ടെത്താം. M = നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, 0.5 ഡിവൈഡഡ് ബൈ സോൾവെൻറ്റിൻ്റെ മാസ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ ഇതിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ കിട്ടില്ലേ? 8/100, അതായത് 0.08. ഇതിന് തന്നെ 5 ഡിവൈഡഡ് ബൈ 0.8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. = 6.25. യൂണിറ്റ് എങ്ങനെയാണ് വരിക? മോൾസ് പെർ kg. എന്തുകൊണ്ടാണ് kg എന്ന് വന്നത്? ഇക്വേഷനിൽ താഴെ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്നല്ലേ, അതുകൊണ്ടാണ് ഇവിടെ kg എന്ന് വന്നത് താഴെ. 0.25 m എന്നെഴുതാം.